ഇവിടെ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലം കണ്ടോ, ഇത് തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിലെ വളരെ പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇവിടെ. ഈ സ്ഥലത്തിൻ്റെ പേരാണ് പൂവാർ. ഇവിടെ ഒരു സംഭവമുണ്ട് കാണാം. ഇവിടെ നമുക്ക് ബോട്ടിംഗ് ആണ് ഇവിടുത്തെ ഒരു പ്രധാന വിനോദം. അത് പൂവാർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പം നമുക്ക് നേരെ പൂവാറിലെ കുറേ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാം. അപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഇതിൻ്റെ പുറകിൽ നിന്നാണ്, ഇവിടെ നിന്നാണ് പൂവാറിലെ ബോട്ട്, ചെറിയ ബോട്ടുകളിലെ ഇവിടെ നിന്നാണ് പോകുന്നത്. ഈ സ്പീഡ് ബോട്ടുകളാണ്. സ്പീഡ് ബോട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാത്തിലും ഇങ്ങനെ ചെറിയ എഞ്ചിനൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. സുസുക്കി എന്ന് പറയുന്ന കമ്പനിയുടെ എഞ്ചിൻ വെച്ച ഇഷ്ടംപോലെ ബോട്ടുകളാണ് ഇവിടെ കിടക്കുന്നത്. 250 കൂടുതൽ ബോട്ടുകൾ ഇവിടെ കിടക്കുന്നതാണ് ഞാൻ ചോദിച്ചപ്പം മനസ്സിലാക്കാൻ പറ്റിയത്. ഇതുണ്ടോ, ഇഷ്ടം പോലെ ഒരു ബോട്ടിൽ 8 പേര് വീതമാണ് പോകുന്നത്. പിന്നെ ഓടിക്കുന്ന ഒരാൾ, അങ്ങനെ 9 പേരാണ്. അപ്പോൾ ഈ 8 പേര് പോകുന്ന ബോട്ട് 2 മണിക്കൂർ കറങ്ങി നമ്മളെ ഇങ്ങനെ കറക്കിയാണ് ഇവിടെ തിരിച്ചു കൊണ്ടുവരുന്നത്. ഇന്നിപ്പം ഒരു ബുധനാഴ്ച ദിവസമാണ്, പക്ഷേ എന്നിട്ടും ഇവിടെ ഒരുവിധം നല്ല തിരക്കുണ്ട്. അപ്പോൾ മറ്റ് ശനി ഞായറൊക്കെ വരുമ്പോഴത്തേക്കും, അവധി ദിവസങ്ങളൊക്കെ വരുമ്പം സാമാന്യം നല്ല തിരക്കായിരിക്കും ഇവിടെ. ഇവിടെ കുറേ വിദേശികളുമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പം. അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്തുനിന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഇതുണ്ടോ, ബോട്ടുകൾ കിടക്കുന്ന കണ്ടോ. ഇതുപോലെയുള്ള ബോട്ടിലാണ് നമ്മൾ ഇങ്ങനെ കയറി പോകേണ്ടത് ഇവിടുന്ന്. ഇവിടെ ഇപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് 250-ൽ പരം ബോട്ടുകൾ ഇവിടെ കിടപ്പുണ്ടെന്നാണ്. ആ ബോട്ടിലെല്ലാം തന്നെ എപ്പോഴും നല്ല തിരക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ഊഹിച്ചാണ് ഇവിടെ എന്തുമാത്രം ആൾക്കാരാണ് ഇവിടെ ഈ പൂവാർ സന്ദർശനം കഴിഞ്ഞ് പോകുന്നുള്ളത്. 8 പേരെയാണ് ഒരു ബോട്ടിലേക്ക് കയറ്റത്തുള്ളവർ. പിന്നെ ആ ബോട്ട് ഓടിക്കുന്ന ഒരാളും, അങ്ങനെ 9 പേരാണ് ബോട്ടിൽ കയറുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കാശ്മീരിൽ കൂടെ ബോട്ടിൽ പോകുന്ന പോലെയുള്ള യാത്രയാണ് ഇവിടെ. ഈ നദി മുഴുവനും എപ്പോഴും ബോട്ടുകളായിരിക്കും. അതുകൊണ്ടോ കുറേ ബോട്ടുകൾ ഇങ്ങനെ കിടക്കുന്നത് കണ്ടോ. ഓരോ ബോട്ടിലും 8 പേരെ വീതം കയറ്റിയിട്ട് ആ ബോട്ട് മാറ്റി കഴിയുമ്പോൾ അടുത്ത വരുന്ന ബോട്ട് ഇങ്ങോട്ട് അടുപ്പിക്കും. അങ്ങനെയാണ്. ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഈ ബോട്ടുകളിൽ കയറാൻ വന്നവരാണ്. ഏതൊക്കെയോ നാടുകളിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെയാണ് ഈ നിൽക്കുന്നവരെല്ലാം തന്നെ. ഈ കാണുന്ന നദിയിൽ കൂടിയാണ് നമ്മൾ ബോട്ട് യാത്ര നടത്തുന്നത്. ഇത് നെയ്യാർ നദിയാണിത്. നല്ല മനോഹരമായ ഒരു കാഴ്ചകളുമൊക്കെയുള്ള നദിയാണിത്. ഈ യാത്ര ഇപ്പം ഇവിടുന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നതൊക്കെ ഒരുപാട് കണ്ടൽ കാടുകളുമൊക്കെയാണ്. അത് നമ്മൾ ഈ മൺട്രോത്തുരുത്ത് പോയിട്ടുള്ളവർക്കറിയാം. ഏതാണ്ട് അതേ രീതി തന്നെയാണ് ഇവിടുത്തെ ഈ തുടങ്ങുന്ന ഈ ഭാഗത്തുള്ള യാത്രകളൊക്കെ. 2 സൈഡിലും ഇഷ്ടംപോലെ കണ്ടൽ കാടുകളൊക്കെ ആയിട്ട് ശരിക്കും നമ്മൾ മൺട്രോത്തുരുത്തിൽ കൂടെ പോകുന്ന അതേ ഒരു അനുഭവം തന്നെ. ഈ നദിയുടെ 2 സൈഡിലും ഇത് കണ്ടോ, ധാരാളം ബോട്ടുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ടോ. ഈ ബോട്ടുകളെല്ലാം ഇപ്പം നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത ഭാഗമുണ്ടല്ലോ, അങ്ങോട്ട് പോയി ആളെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരേണ്ടതവരാണ്. അപ്പോൾ ഇവിടെ ബോട്ട് കൂടുതലായിട്ട് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഇവിടെ എല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. ഈ ഭാഗത്തിൽ കൂടെയൊക്കെ നമ്മൾ ബോട്ടിൽ പോകുമ്പോൾ ശരിക്കും നമ്മൾ മൺട്രോത്തുരുത്തിൽ കൂടെ പോകുന്ന അതേ അനുഭവമാണ്. മൺട്രോത്തുരുത്ത് അറിയാമല്ലോ, നമ്മുടെ കൊല്ലം ജില്ലയിലാണ്. സാമ്പ്രാണിക്കോടി മൺട്രോത്തുരുത്തൊക്കെ അടുത്തടുത്താണ്. അതേ രീതിയിലുള്ള ഒരു അനുഭവമാണ് നമ്മൾ ഇതിലെ ബോട്ടിൽ പോകുന്ന സമയത്ത് ആദ്യമേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം ഇതാണ് ബോട്ട് യാത്ര. വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു ബോട്ട് യാത്ര തന്നെയാണ് ഇവിടെ. ഇപ്പം 2-3 ബോട്ട് നേരെ അപ്പുറത്തോട്ടും പോയിട്ടുണ്ട്. ബാക്കി കുറച്ച് ബോട്ട് ഞങ്ങൾ ഈ സൈഡിൽ കൂടെ അകത്തോട്ടൊന്ന് കയറുകയാണ്. ഇപ്പം ഞങ്ങളെ നേരെ പുറകിൽ കൂടെ അതുകൊണ്ടോ വേറെ ബോട്ടുകളൊക്കെ വരുന്നത് കാണാമല്ലോ. അത് ദൂരെയല്ല, തൊട്ട് ചേർന്നുണ്ട്. ഒരു പ്രത്യേക അനുഭവമാണ്. കണ്ടൽക്കാടുകളുടെ ഇടയ്ക്ക് കൂടിയുള്ള ഒരു ബോട്ട് യാത്രയാണ്. ഇവിടെ ഈ നദിയിൽ എവിടെ നോക്കിയാലും ബോട്ടുകളാണ്. മുന്നിൽ കൂടെ ബോട്ടുകൾ ഇഷ്ടംപോലെ പോകുന്നു, പിന്നിൽ നിന്നും വരുന്ന ഇഷ്ടംപോലെ ബോട്ടുകൾ വരുന്നു. ഈ സൈഡിലും എല്ലാം ഞാൻ പറഞ്ഞല്ലോ 250 പരം ബോട്ടുകൾ ഇവിടെയുണ്ട്. ഇവിടെ ഈ ഭാഗത്തൊക്കെ നമ്മളിപ്പോൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കണ്ടൽക്കാടുകളുടെ ഇടയ്ക്കൂടെയുള്ള ഈ യാത്രയിൽ ഇവിടെ താരതമ്യേന വീതി വളരെ കുറവുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഇനി മുമ്പോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈ നദിയുടെ വീതി വളരെ വിസ്താരമായിട്ട് ആയി വരും. കൊള്ളാം അല്ലേ, നല്ല ഒരു ബോട്ട് ഇതാ വരുന്നത്. ഇവിടെ പല കളറിലുള്ള പല ടൈപ്പ് ബോട്ടുകൾ ഉണ്ട് ഇവിടെ. ഇഷ്ടംപോലെ ബോട്ടുകളാണ്. എല്ലാ ബോട്ടിലും തന്നെ ആൾക്കാരെല്ലാം ഉണ്ട്. 8 പേര് വീതമാണ് ഓരോ ബോട്ടിലും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ നദിയുടെ വീതി കുറേയും കൂടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കാഴ്ചയും നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ആയി വരുന്നു. ഈ വരുന്ന ബോട്ടുകളെല്ലാം കുറേ സഞ്ചാരികളും ഒക്കെ ആയി കറങ്ങി തിരിച്ചു വരുന്ന ബോട്ടുകളാണ്. ഉണ്ടോ, അതിലും എല്ലാം ഉണ്ട് ആൾക്കാർ. അതൊക്കെ ചില ഫാമിലി ആണെന്ന് തോന്നുന്നു. 2 പേരും 3 പേരും ഒക്കെ ഉണ്ട്. 8 പേർക്ക് വരെയാണ് ഒരു ബോട്ടിൽ കയറാവുന്നത്. ഇനിയും നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ നെയ്യാർ നദിയും അറബിക്കടലും കൂടെ സംഗമിക്കുന്ന ഭാഗങ്ങളുണ്ട്.
അങ്ങോട്ടൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് ദൂരം കൂടി ഉണ്ട് യാത്ര. ഏതാണ്ട് 2 മണിക്കൂറാണ് ഈ ബോട്ടിൽ കൂടിയുള്ള യാത്ര വരുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് മുമ്പോട്ട് വരും തോറും നമുക്ക് കാണാൻ സാധിക്കും ഈ നദിയുടെയും ഈ കാഴ്ചകളുടെയും എല്ലാം രൂപവും ഭാവവും എല്ലാം മാറി മാറി വരികയാണ്. ഇതുകൊണ്ടോ ഇവിടെ മുഴുവൻ ഒരുപാട് ബോട്ടുകളാണ് കിടക്കുന്നത്. ഇതൊക്കെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന ബോട്ടുകളൊക്കെ ആകാം. പിന്നെ ഇതിൽ കുറച്ച് ബോട്ട് ഇവിടെയുള്ള കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ട്. റിസോർട്ടിൻ്റെ മുൻഭാഗത്തൊക്കെയാണ് കുറേ ബോട്ടുകളെല്ലാം കിടക്കുന്നത്. അതൊക്കെ അവരുടെ ബോട്ടുകളാണ്. ഇതുകൊണ്ടോ കാശ്മീരിൽ നമ്മൾ കാണുന്ന രീതിയിലുള്ള ബോട്ടുകളൊക്കെ പോകുന്നത് കണ്ടോ. ഇവിടെ ഈ ഒരു ബോട്ട് കണ്ടോ, ഇതിൽ എൻജിനില്ലാന്ന് തോന്നുന്നു. ഒരു വലിയ മുള കൊണ്ട് ഇങ്ങനെ തുഴഞ്ഞു പോവുകയാണ്. ഈ നദിയുടെ 2 സൈഡിലും ഇഷ്ടംപോലെ പക്ഷികളൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഈ കൊക്ക്, കിങ് ഫിഷറെ അതൊക്കെ. കാരണം മീനെയൊക്കെ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ പിടിക്കാൻ വേണ്ടിയായിരിക്കാം. ഒരുപാട് പക്ഷികളൊക്കെ അവിടെയുണ്ട്. ഇവിടുത്തെ ഈ ബോട്ട് യാത്ര നമ്മൾ സാധാരണ വേമ്പനാട്ട് കായലിൽ കൂടിയോ അല്ലെങ്കിൽ അഷ്ടമുടി കായലിൽ കൂടിയോ നമ്മൾ യാത്ര ചെയ്യുന്ന പോലെയല്ല കേട്ടോ. അതിൽ നിന്നുമൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചകളൊക്കെയുള്ള ഒരു സ്ഥലം തന്നെയാണിത്. ഇത് കണ്ടോ, തലങ്ങും വിലങ്ങും എല്ലാം ഇങ്ങനെ ബോട്ടുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം നിങ്ങളെപ്പോഴെങ്കിലും ഈ കോവളമൊക്കെ വരുവാണെങ്കിൽ അവിടെ നിന്ന് 10-12 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ഈ പൂവാറിലേക്ക്. നിങ്ങൾ ഇവിടെയും കൂടെ ഒന്ന് വന്ന് നോക്കണം. ഇതുകൊണ്ടോ ആ കാണുന്ന എല്ലാം കോട്ടേജുകളാണ്. ഇതെല്ലാം ഫ്ലോട്ടിംഗ് കോട്ടേജുകളാണ്. ഒരുപാടുണ്ട്. അതിൻ്റെ അപ്പുറത്തെല്ലാം റിസോർട്ടുകളാണ്. ആ റിസോർട്ടിൻ്റെയാണ് ഈ ഫ്ലോട്ടിംഗ് കോട്ടേജുകളെല്ലാം. ഇതൊരു നല്ല കാഴ്ചയാണ്. സൈഡിൽ ഒരുപാടുണ്ട് കേട്ടോ. അങ്ങോട്ടെല്ലാം ഉണ്ട് ഈ ഫ്ലോട്ടിംഗ് കോട്ടേജ്. ഇനി വെള്ളം പെട്ടെന്ന് കൂടിക്കഴിഞ്ഞാൽ ഇത് വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഫ്ലോട്ടിംഗ് അല്ലേ, ഇതും അങ്ങ് പൊങ്ങിക്കോളും. അത് നല്ല സേഫുമാണ് അതിലെ താമസമൊക്കെ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടല്ലേ. ഇതിനകത്തൊക്കെ ആൾക്കാരുണ്ടോ എന്നറിയില്ല. ഒരുപക്ഷെ രാവിലെ അവർ ഇതുപോലെ ബോട്ടിങ്ങിന് പോയി കാണും. ഇതിൽ കൂടുതലും വന്ന് താമസിക്കുന്നത് ഈ ഫോറിനേഴ്സാണ് കേട്ടോ. നമ്മുടെ ഇവിടെയുള്ളവരും താമസിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയല്ലേ കാശ്മീരിലുമൊക്കെ ഉള്ളത്. കാശ്മീരിൽ ഞാൻ വീഡിയോയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള ഫ്ലോട്ടിംഗ് കോട്ടേജുകളൊക്കെ. നമ്മളിപ്പോൾ യാത്ര ചെയ്തപ്പോൾ കുറേ മുമ്പോട്ടിങ്ങ് പോന്നു. ആ മുൻഭാഗം കണ്ടോ, അത് കടലാണ്, അറബിക്കടൽ. ഇവിടെയാണ് നെയ്യാർ നദിയും അറബിക്കടലും കൂടെ സംഗമിക്കുന്ന ഭാഗമാണ്. അറബിക്കടലിൽ തിരയടിക്കുന്നതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഈ ബോട്ട് ഓടിക്കുന്ന ആൾ നമുക്ക് പറഞ്ഞു തരുന്നു ഇവിടം പൊഴി ആണെന്ന്. ഈ നദിയും ഈ കടലും കൂടെ സംഗമിക്കുന്ന സ്ഥലമാണെന്ന്. അതിന് പൊഴി എന്നാണോ പറയുന്നത്? നമ്മൾ അഴിമുഖം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഇതിന് അങ്ങനെയാണോ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. അറിയാവുന്നവരെന്ന് പറയണേ. ഇവിടെ കുറേ ബോട്ടുകളുണ്ട്. നിരനിരയായിട്ട് പോകുന്നുണ്ട്. ഒരേ രീതിയിൽ ഒരേ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 4-5 ബോട്ടുകൾ ഒരേ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ നല്ല വീതിയാണല്ലോ. തൊട്ടപ്പുറത്ത് കടലാണ്. കൊള്ളാം, നല്ല ഒരു യാത്ര തന്നെയാണ്. എല്ലാ ബോട്ടും ഒരേ രീതിയിൽ പോകുന്നത്. ഇതുകൊണ്ടോ നമ്മൾ സാധാരണ ഈ വള്ളം കളിക്ക് 2-3 വള്ളങ്ങൾ ഒരേ രീതിയിൽ വരത്തില്ലേ, അതുപോലെ തന്നെയല്ലേ നോക്കി ഈ ബോട്ടുകളെല്ലാം ഏതാണ്ട് ഒരേ സ്പീഡിൽ ഒരേ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റാണ്. അതുപോലെ തന്നെ ഇവിടെ നല്ല ഓളമാണ് കേട്ടോ. ഈ ബോട്ടുകളെല്ലാം കൂടെ ഒരേ രീതിയിൽ പോകുമ്പോഴത്തേക്ക് ബോട്ട് ഇങ്ങനെ കിടന്ന് ഇളകിയാണ് പോകുന്നത്. ആ പോകുന്ന ബോട്ടിലെല്ലാം ഇതുപോലെ തന്നെ 8 പേര് വീതമാണോ ഉള്ളത്. ഏറ്റവും പുറകെ ഇരിക്കുന്ന ആളാണ് ഈ ബോട്ട് ഓടിക്കുന്നത്. എല്ലാ ബോട്ടിൻ്റെയും ഒരു പ്രത്യേക ആഘോഷം തന്നെയാണ് ഈ ബോട്ടുകളെല്ലാം കൂടെ ഇങ്ങനെ ഒന്നിച്ച് വന്നപ്പോഴത്തേക്ക്. അതുകൊണ്ടോ അതൊരു താരതമ്യേന ഒരു വലിയ ബോട്ടാണ്. അത് ഇവിടെയുള്ള ഒരു റിസോർട്ടിൻ്റെ ബോട്ടാണെന്ന്. ആ ബോട്ട് പോകുമ്പോഴത്തേക്കും നല്ല ശക്തമായ ഓളം ഇങ്ങനെ വരുന്നുണ്ട്. ഞങ്ങളുടെ ബോട്ട് ഇങ്ങനെ ആടിയാണ് അന്നേരം പോകുന്നത്. കൊള്ളാം, അതിൻ്റെ ഓളം കണ്ടോ. നമ്മുടെ ചെറിയ ബോട്ടാണ്. കൊള്ളാം, നല്ലൊരു കാഴ്ച തന്നെയത്. ഇവിടെ ആ മുൻവശത്തായിട്ട് അങ്ങ് കാണുന്നൊരു പച്ചപ്പ് കണ്ടോ, അതൊരു തുരുത്താണ്. അതിലെ ചുറ്റിയാണ് നമ്മുടെ ബോട്ട് പോകുന്നത്. ഇവിടുന്ന് നമ്മൾ ഈ വന്ന വഴിക്കല്ല നമ്മളുടെ ബോട്ടുകളൊന്നും തിരിച്ചു പോകുന്നത്. ഈ ഒരു തുരുത്ത് ഞാൻ കാണിച്ചല്ലോ, അതിനെ ചുറ്റിയാണ് നമ്മൾ തുടങ്ങിയ ഭാഗത്തേക്ക് ബോട്ട് തിരികെ ചെല്ലത്തുള്ളൂ. ഞങ്ങളുടെ ബോട്ട് യാത്ര ഏതാണ്ട് ആയി വരികയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും തിരുവനന്തപുരത്തോ കോവളത്തോ വരികയാണെങ്കിൽ ഇതുപോലെ ഒരു യാത്രയും കൂടെ നിങ്ങൾ ചെയ്യണം. ഒരു പക്ഷേ കോവളത്ത് വരുന്നതിനെക്കാട്ടിലും ഒന്നും കൂടെ ആനന്ദകരമായ യാത്ര ഇത് തന്നെയായിരിക്കാം, ഈ ബോട്ട് യാത്ര. ഇവിടെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ബീച്ചുണ്ട്, പൂവാർ ബീച്ച്. അവിടെയും പോകാം.
ഗോൾഡൻ സാൻഡ് ബീച്ച് അങ്ങനെയാണ് അത് അറിയപ്പെടുന്നത്. കാരണം അവിടുത്തെ മണലിനൊരു പ്രത്യേക കളറാണ്, ഗോൾഡൻ കളറാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ അറിയപ്പെടുന്നത്. എന്താണെങ്കിലും വളരെ വ്യത്യസ്തമായ ഒരു യാത്ര തന്നെയാണ് ഇവിടുത്തെ ഈ ബോട്ട് യാത്ര. നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ ബോട്ടിൽ യാത്ര ചെയ്യുന്ന പോലെയല്ല, വളരെ വളരെ വ്യത്യസ്തമാണ്. എല്ലാവരും ഇവിടെ ഒന്ന് നോക്കണം.